നമസ്കാരം. എൻ്റെ ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഫാമിലിയുമായി വന്ന് കുളിച്ച് രസിച്ച് ആസ്വദിച്ചു പോകുന്നതിനും കൊച്ചുകുട്ടികൾക്ക് പോലും വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതിനും കഴിയുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടമാണ് ഈ സ്ഥലം. വയനാട് ജില്ലയിലെ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സൂചിപ്പാറ വെള്ളച്ചാട്ടം അഥവാ സെന്റിനൽ പാറ വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 150 അടി ഉയരത്തിൽ നിന്നും വീഴുന്ന വെള്ളം നയനാനന്ദകരമാണ്. വെള്ളമൊന്ന് വീഴുന്ന ചെറിയ തടാകത്തിൽ നീന്തുവാനും കുളിക്കുവാനും കഴിയും. കൽപ്പറ്റയ്ക്ക് 22 കിലോമീറ്റർ തെക്കുമാറിയാണ് മേപ്പാടി പഞ്ചായത്തിൽ സൂചിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും ഏകദേശം 5.5 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് സൂചിപ്പാറയിലെത്താം. പട്ടാമ്പി, പെരിന്തൽമണ്ണ, മഞ്ചേരി വഴി പോവുകയാണെങ്കിൽ 187 കിലോമീറ്ററാണ് നമുക്ക് താണ്ടേണ്ടി വരുന്നത്. ഞങ്ങൾ കോഴിക്കോട് താമരശ്ശേരി ചുരം വഴിയാണ് പോയത്. ഈ വഴി പോകുമ്പോൾ ഏകദേശം 200 കിലോമീറ്ററിനടുത്ത് ദൂരം വരും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 237 കിലോമീറ്ററും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും 95 കിലോമീറ്ററുമാണ് ദൂരം ഇവിടേക്കുള്ളത്. തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട് വഴി താമരശ്ശേരി ചുരവും കയറിയാണ് ഞങ്ങൾ സൂചിപ്പാറയിലെത്തിയത്. കോഴിക്കോട് ഹൈവേ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു. പുതിയ ഹൈവേയിലൂടെയുള്ള യാത്ര സുഖകരമാണ്. താമരശ്ശേരി ചുരം ഒരു ഡ്രൈവിംഗ് അനുഭവം തന്നെയാണ്. നയനമനോഹരമായ ദൃശ്യചാരുതകളാൽ സമ്പന്നമാണ് താമരശ്ശേരി ചുരം. ധാരാളം വ്യൂ പോയിന്റുകൾ ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ധാരാളം ആളുകൾ വ്യൂ പോയിന്റുകളിൽ വാഹനങ്ങൾ നിർത്തി ഈ ദൃശ്യചാരുത ആസ്വദിക്കുന്നതായി പോകുന്ന വഴിയിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. 9 ഹെയർപിന്നുകൾ കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ വയനാട് ജില്ലയിലേക്കുള്ള സ്വാഗത കമാനം കാണാം. ഏകദേശം 150 അടി ഉയരത്തിൽ നിന്ന് വീഴുന്ന വെള്ളമാണ് സൂചിപ്പാറയിലെ പ്രത്യേകത. വളരെ സുരക്ഷിതമായി വെള്ളത്തിനടിയിൽ നിന്ന് കുളിച്ച് ആസ്വദിച്ച് സമയം ചിലവഴിക്കാൻ കഴിയുമെന്നതാണ് സൂചിപ്പാറയുടെ പ്രത്യേകത. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ സന്ദർശിക്കുകയാണെങ്കിൽ ചെറിയ കുട്ടികളെ അടക്കം നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ സുരക്ഷിതമായി ആസ്വദിച്ചു പോകുന്നതിന് കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധീനതയിലുള്ളതാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം. വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ സന്ദർശകർക്ക് അനുമതിയുള്ളത്. ടൂർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഇക്കാര്യം ഉണ്ടാകുന്നത് നന്നായിരിക്കും. ഒരു ദിവസത്തിൽ 500 പേർക്ക് മാത്രമേ ഇവിടെ പ്രവേശന അനുമതിയുള്ളൂ. അതിനാൽ തന്നെ ധാരാളം ആളുകളുമായി ഗ്രൂപ്പായി വരുന്നവർ മുൻകൂർ അനുമതി അവരുടെ നമ്പറിൽ വാങ്ങിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. സൂചിപ്പാറ വെള്ളച്ചാട്ടം അധികൃതരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ ജനുവരി മാസത്തിലാണ് ഇവിടെ സന്ദർശനം നടത്തിയത്. ഫെബ്രുവരിക്ക് ശേഷം വരുന്നവർ നീരൊഴുക്കിൻ്റെ അളവ് സംബന്ധിച്ച വിവരം മുൻകൂട്ടി അറിഞ്ഞു വരുന്നത് നന്നായിരിക്കും. ഞങ്ങൾ വൈകുന്നേരം ഏകദേശം 4 മണിക്കാണ് ഇവിടെ എത്തിയത്. വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇക്കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. 150 രൂപയാണ് മുതിർന്നവർക്ക് ടിക്കറ്റ് ചാർജ്, വിദ്യാർത്ഥികൾക്ക് 50 രൂപയും. പാർക്കിംഗ് ചാർജായി കാറുകൾക്ക് 40 രൂപയും വലിയ വാഹനങ്ങൾക്ക് 100 രൂപയുമാണ് ഈടാക്കുന്നത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചു വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെള്ളച്ചാട്ടത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല. അതിനാൽ വഴിമധ്യേയുള്ള കൗണ്ടറിൽ ഏൽപ്പിച്ച് വേണം നമുക്ക് മുൻപോട്ട് പോകുവാൻ. ടിക്കറ്റും എടുത്ത് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് ഓംലെറ്റും കഴിച്ച് ഞങ്ങൾ വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി നടന്നു. സൂചിപ്പാറയിലേക്കുള്ള സ്റ്റെപ്പുകൾ ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ധാരാളം സ്റ്റെപ്പുകളുണ്ട്. സൂക്ഷിച്ച് ഇറങ്ങിയില്ലെങ്കിൽ കാലുവഴുതി ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാൻ ശ്രദ്ധിച്ച് ഇറങ്ങേണ്ട സ്ഥലമാണ്. സൂചിപ്പാറയ്ക്ക് പോകും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റെപ്പിലൂടെയുള്ള ഇറക്കം. മുട്ടുവേദനയുള്ളവർക്കൊക്കെ സൂചിപ്പാറ സന്ദർശിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത്യാവശ്യം കാലിനൊക്കെ സ്ട്രെയിൻ വരുന്ന ഒരു കയറ്റവും സ്റ്റെപ്പും ഇറക്കൊക്കെയാണത്. ഇത് ഇറങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറുതല്ലാത്തൊരു ടാസ്ക്കാണ്. ഇത്രയും നേരം പരന്ന കല്ലുകൾ വിരിച്ചിട്ടുള്ളതായിരുന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ഉരുളൻ കല്ലുകളുണ്ട്. പതുക്കെ ഇറങ്ങ്. ഇത് ഒന്നുകൂടെ ഇടുങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ്. സ്റ്റെപ്പുകൾ, ധാരാളം സ്റ്റെപ്പുകളിട്ട് താഴേക്ക് കുത്തനെ ഇറങ്ങേണ്ട ഒരു സ്ഥലമാണ്.
സൂചിപ്പാറയിലേക്കുള്ള യാത്രാ മധ്യേ ഇത്തരം കടമ്പകളൊക്കെ കടന്നിട്ട് വേണം അവിടെ എത്താൻ. സൂചിപ്പാറ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് സൂചിപ്പാറ എന്ന് കണ്ടിരിക്കുക എന്നുള്ളതല്ലോ മുഖ്യം. കുറച്ച് ട്രെയിനൊക്കെ എടുത്തിട്ട് വേണം ഇവിടേക്ക് എത്താനായിട്ട്. ഇപ്പം മുട്ടുവേദനയുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് എന്ന് കാണാം. ഹൗസിൻ്റെ ശബ്ദം ആണ് കേൾക്കുന്നത്. ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് കുത്തനെ വീഴുന്ന പൊസിഷനിൽ നിന്ന് കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഏരിയ എനിക്ക് പോകാൻ ആസ്വാദ്യകരമായ അനുഭവം നേരിട്ട് അനുഭവിക്കുന്നതിന് നിങ്ങൾ സൂചിപ്പാറയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ്.